വിദ്വേഷ പെരുമഴയിൽ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മലപ്പുറം ജില്ലാ വിഭജനം എന്ന് പറയുന്നത്. വർഷങ്ങളായിട്ടുള്ള ആ ഒരു ജനതയുടെ ആവശ്യമാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കുക, എന്നിട്ട് രണ്ട് ജില്ലയാക്കി മാറ്റുക എന്നുള്ളത്. സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട് അല്ലെ. ഇപ്പൊ എറണാകുളം ജില്ല വിഭജിച്ചിട്ട് അതിനകത്തുനിന്ന് മൂവാറ്റുപുഴ ജില്ലയാക്കി മാറ്റണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം വരുന്നതിന്റെ റീസൺ എന്താ? റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇംബാലൻസും അതേപോലെ തന്നെ അതിന്റെ ആക്സസിബിലിറ്റിയും എല്ലാം ഒരു പ്രശ്നമാവുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആവശ്യം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഗവേണൻസ് നടപ്പിലാക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അപ്പൊ ഇതൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ജില്ലേനെ വിഭജിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കൂട്ടം മനുഷ്യര് ഇതിനെ അപരമത വിദ്വേഷം പടർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇരയെ കാത്തിരിക്കുന്ന വേട്ടപ്പട്ടികളുടെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ വേട്ടപ്പട്ടികൾക്ക് ഇരയെ കൈ കിട്ടി അവർ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യോ അതുപോലത്തെ വിദ്വേഷമാണ് സത്യത്തില് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഒരു വിദ്വേഷ പ്രചരണം ഏറ്റവും കൂടുതൽ കാണുന്നത് ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റഗ്രാമിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് ഒന്ന് നോക്കുന്ന സമയത്ത്. അപ്പോൾ തുറന്ന് നോക്കാനോ വായിക്കാനോ നമുക്ക് പറ്റത്തില്ല. അതിന്റെ അടിയിലുള്ള കമന്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്പിനകത്തേക്ക് കയറാനേ നമുക്ക് തോന്നത്തില്ല. അങ്ങനത്തെ വിദ്വേഷം എന്തൊക്കെയാ ഓരോ മനുഷ്യന്മാർ പറയുന്നതെന്നറിയോ, എന്തൊക്കെയാ ഓരോരുത്തരുടെ സിദ്ധാന്തങ്ങൾ എന്നറിയോ. അപ്പൊ അതില് ഞാൻ അത്ഭുതപ്പെട്ട, എന്നെ ആകർഷിച്ച ഒരു വിദ്വേഷ പോസ്റ്റാണ് ഇത്. അതായത് മലപ്പുറം ജില്ലയുടെ ഒരു ഭൂപടവും പിന്നെ അതേപോലെ തന്നെ അതിന്റെ താഴെ മലപ്പുറം ജില്ല നാലായി വിഭജിച്ച് പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ലയിപ്പിക്കണം. ഇതാണ് സംഭവം. എന്നിട്ട് അതിന്റെ മേലെ കൊടുത്തേക്കുന്നതാണ് ഇതിനോട് യോജിക്കുന്നില്ല. ഇങ്ങനെ ചെയ്താല് ഈ ജില്ലകളൊക്കെ മുസ്ലിം ഭൂരിപക്ഷമാകും. എങ്ങനെ ചെയ്താല് മലപ്പുറം ജില്ല നാലായി വിഭജിച്ച് പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ഭാഗമാക്കണം എന്നാ പറയുന്നത്. അതായത് ആ ജില്ല ജില്ല വേറെ ജില്ല രൂപീകരിക്കണ്ട, ഇതിനങ്ങ് വിഭജിച്ചിട്ട് ഈ ജില്ലകളുടെയൊക്കെ ഭാഗമാക്കി മാറ്റിയാൽ മതി. അപ്പൊ ടോട്ടൽ കേരളത്തിൽ എത്ര ജില്ല ഉണ്ടാവും? 13 ജില്ല ഉണ്ടാവും. ഇനി ഇങ്ങനെ ചെയ്താൽ ഈ ജില്ലകളൊക്കെ മുസ്ലിം ഭൂരിപക്ഷമാകും. അതിനും നല്ലത് മലപ്പുറത്തിന്റെ 75% കർണാടകക്കും തമിഴ്നാടിനും കൊടുക്കുന്നതാണ്. എന്നാൽ കേരളത്തിന്റെ മുസ്ലിം പോപ്പുലേഷൻ ഒറ്റയടിക്ക് 30% നിന്നും 10 ആകും. കുറെ സൗകര്യമുണ്ടാകും. ഹിന്ദു പോപ്പുലേഷൻ 55 നിന്ന് 65 ആകും. ക്രിസ്ത്യൻ പോപ്പുലേഷൻ 16% നിന്നും 25 ഒക്കെ ആകും. എങ്ങനെയുണ്ട് ഈ ഒരു പോസ്റ്റ്? എത്രത്തോളം കലുഷിതമായിട്ടുള്ള, എത്രത്തോളം വിഷമുള്ളി കിടക്കുന്ന ഒരാളെ കിട്ടിയവനെ എന്താ 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 പറയാ, അയാളങ്ങനെ കടിച്ച് കീറി വലിച്ചു കീറാൻ മാത്രമുള്ള ഒരു സാധനം ഉള്ളിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് ഈ ഒരു പോസ്റ്റ് കാണുന്നത്. എന്തൊക്കെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞേ? ഈ ജില്ല വിഭജിച്ച് 4 ജില്ലകളുടെ ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലകളിലെല്ലാം മുസ്ലിം പോപ്പുലേഷൻ കൂടും. അപ്പൊ അത് വേണ്ട. കേരളത്തിന്റെ ഈ ജില്ല എന്ത് ചെയ്താൽ മതി, നേരെ കർണാടകക്കും തമിഴ്നാടിനും അങ്ങ് കൊടുക്കുക. കർണാടകയിലും തമിഴ്നാട്ടിലും മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5%, 6% അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോ അതിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ കൂടൂല. പകരം എന്ത് ചെയ്യും? കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ 30% അങ്ങ് കുറയും. എങ്ങനെയുണ്ട് ഈ തിയറി? അപ്പോ കേരളവും തമിഴ്നാടും ഒക്കെ ഇന്ത്യയെ തന്നെ അല്ലേ? അതോ കേരളത്തിനെയും തമിഴ്നാടിനെയും കർണാടകനെയൊക്കെ ഇന്ത്യയിലുള്ള സ്ഥലമായിട്ടല്ലേ കണക്കാക്കുന്നത്? കേരളം മാത്രമാണോ ഇന്ത്യയില്? ഇതങ്ങ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്താ ഇതിന്റെ ഒക്കെ ഒരു യുക്തി? അപ്പൊ പിന്നെന്താ പറയുന്നത്? പോപ്പുലേഷൻ ഒറ്റയടിക്ക് കേരളത്തിൽ 10% ആകും. അപ്പൊ ബാക്കി ഉള്ള ശതമാനം എല്ലാം ഈ മലപ്പുറം ജില്ലയിലും ബാക്കി ആകെ 10% ഉള്ളൂ എന്നാ പറയുന്നത്. പിന്നെ ഹിന്ദു പോപ്പുലേഷൻ എന്താ 55 നിന്ന് 65 ആകും. ക്രിസ്ത്യൻ പോപ്പുലേഷൻ 16 നിന്നും 25 ഒക്കെ ആകും. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇങ്ങനെ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു സാധനം ഈ പോപ്പുലേഷൻ കണക്ക് എന്താ കിട്ടുന്നതെന്നുള്ളത്. ഈ കേരളം ഇത്രയും കാലം സർവൈവ് ചെയ്തത് എങ്ങനെ അറിയും? ആരും ഒറ്റയടിക്ക് ഹിന്ദു സമൂഹം ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയും ക്രിസ്ത്യൻ സമൂഹം വേറൊരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയും മുസ്ലിം സമൂഹം വേറൊരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയും ചെയ്തിട്ടല്ല ഈ കേരളം ഇത്രയും കാലം സർവൈവ് ചെയ്ത് പോയത്.
ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുകയും കോഎക്സിസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ കേരളം ഇന്ന് കാണുന്ന സമൂഹമായിട്ട് നിലനിന്ന് പോയത്. നമുക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എല്ലാവരും സഹോദര്യത്തോടെ സവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിലനിന്ന് പോയത്. നമ്മുടെ നാട്ടിൽ എവിടെയും നമ്മൾ ക്ലസ്റ്റേർഡ് ആയിട്ട് മാറിയിട്ടില്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞാൻ ഉത്തരേന്ത്യയിലൂടെ ഒന്ന് ട്രാവൽ ചെയ്തു. അപ്പോൾ ഓരോ ടൗണിൽ എത്തുമ്പോഴും ഓരോ ഗ്രാമത്തിലും ഓരോ വീടിന്റെ മേലെ രണ്ട് വിധം കൊടിയാ. ഒന്ന് കാവി കളറിന്റെ കൊടിയും പിന്നെ ഒന്ന് പച്ച കളർ കൊടിയും. അത്ര അധികം ക്ലസ്റ്റേർഡും അത്ര അധികം ഐഡന്റിറ്റീനെ അങ്ങനെ നോക്കി നടക്കുന്ന കുറെ ടീമുകളാണ് അവിടെ ഉള്ളത്. അതുപോലത്തെ ഒരു സമൂഹമായി നമ്മൾ മാറണം എന്നാണോ പറയുന്നത്? മറ്റുള്ളവനെ പേടിച്ച് മറ്റുള്ളവനെ സംശയത്തോടു കൂടെ മാത്രം നോക്കി എങ്ങനെ നമ്മുടെ നാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കും? എങ്ങനെ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കും? എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? നമ്മുടെ നാട്ടിലേക്കുള്ള ഫണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ഉള്ള ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതോ അല്ലല്ലോ. നമ്മുടെ ഈ സമൂഹം നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തു പോയി മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും എല്ലാം പോയിട്ട് അവിടെ നിന്നുള്ള സമ്പാദ്യമാണല്ലോ നമ്മളെ വളർത്തിയെടുത്തത്. ഈ ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാ. അവിടെ ഇപ്പോ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ള നിൽക്കുന്ന മനുഷ്യന്മാര് നീ ഹിന്ദു ആണ് ഞാൻ മുസ്ലിം ആണെന്നും പറഞ്ഞിട്ടല്ല അവിടെ ജീവിക്കുന്നേ. അവിടെ ജീവിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ അവിടെ പരസ്പരം സഹായിക്കുക, നമ്മൾ അവിടെ എന്താ പറയാ എക്സ്ചേഞ്ച് ചെയ്തിട്ടുമാണ് നമ്മൾ അവിടെ ജീവിക്കുന്നേ അല്ലേ? ആ പണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയി മാറിയത്. അപ്പൊ എന്ന് മുതലാണ് നമ്മൾ ഇതെല്ലാം മറന്നേ? ഏത് തൊട്ടാ നമ്മൾ ഇതെല്ലാം ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും നമ്മൾ കാണാൻ തുടങ്ങിയേ? എന്ന് മുതലാണ് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് മനുഷ്യരെ മതങ്ങൾ വെച്ചിട്ട് കാണാൻ തുടങ്ങിയത് ഏത് കാലം മുതലാ? ഇങ്ങനെ വിദ്വേഷം ഈ സമൂഹത്തിലേക്ക് പടർത്താനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സ്വൈര്യ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ പോസ്റ്റിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്, നമുക്കറിയാം. പൊളിറ്റിക്കൽ ആണ് ആ ഉദ്ദേശം എന്ന് പറയുന്നത്. കൺസോളിഡേറ്റ് ചെയ്യുക, അപരനെ കാണിച്ച് മറ്റുള്ളവനെ അപരനാണെന്ന് കാണിച്ച് ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കി അതിലൂടെ പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം സമാധാനമായിട്ട് ഒരു ലോകത്ത് എവിടെയും ജീവിച്ചിട്ടില്ല എന്നുള്ളതും ചരിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ വിവരമുള്ള, ബുദ്ധിയുള്ള, ഡിജിറ്റൽ എന്താ പറയാ ലിറ്ററസി വരെയുള്ള ഈ കേരളത്തിലെ മനുഷ്യര് ഇത്തരം വിദ്വേഷങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.